എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. തലവൻ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഒരു കുറ്റാന്വേഷണ ചിത്രം ഇറങ്ങുമ്പോൾ ഒരു പ്രേക്ഷകൻ ആദ്യം ശ്രദ്ധിക്കുക മുൻപ് വന്ന സിനിമകളിൽ നിന്ന് എന്താണ് ആ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്നതായിരിക്കും. അഭിനേതാക്കൾ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, സിനിമയുടെ കഥാപരിസരം, സിനിമ അവതരിപ്പിക്കുന്ന അവതരണ രീതി എന്നിവയെല്ലാം അവയിൽ ചില ഘടകങ്ങൾ മാത്രം. എടുത്തു പറയേണ്ട കാര്യം, ശരത് പെരുമ്പാവൂർ, ആനന്ദ് തേവരക്കാട്ട് എന്നിവർ തിരക്കഥാകൃത്തുകളെന്ന നിലയിൽ മലയാള സിനിമയിലേക്കുള്ള തുടക്കം ഗംഭീരമാക്കിയിട്ടുണ്ട്. ബിജു മേനോനും ആസിഫ് അലിയും നായകന്മാരെത്തുന്ന ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തലവൻ എന്ന ഈ സിനിമ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒന്നാണ്. രണ്ട് തരത്തിലുള്ള ക്രൈം ത്രില്ലറുകളാണ് മലയാള പോപ്പുലർ സിനിമയിലും സാഹിത്യത്തിലും ഇപ്പോൾ പുറത്തിറങ്ങാറുള്ളത്. കുറ്റകൃത്യത്തിന് പിന്നിലെ മനഃശാസ്ത്ര വിശകലനമൊക്കെ നടത്തുന്ന സൈക്കോപാത്തുകളെ ആശ്രയിക്കുന്ന കുറ്റകൃത്യത്തെ ലഘൂകരിക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് കുറ്റകൃത്യത്തിനു പിന്നിലെ കുറ്റവാളിയെ അന്വേഷിക്കുന്ന വ്യവസ്ഥാപിത രീതി. ആദ്യത്തേത് ഇപ്പോൾ ട്രെൻഡിങ് ആണെങ്കിലും തലവൻ എന്ന സിനിമ രണ്ടാമത്തെ രീതിയെ ആണ് ആശ്രയിക്കുന്നത്. ഇത് താരതമ്യേന ലളിതമായ രീതിയാണ്. പക്ഷെ പ്രേക്ഷകരിൽ വിശ്വാസ്യത ഉണ്ടാക്കണമെങ്കിൽ കഥയും തിരക്കഥയും ഒപ്പം സംവിധായകരും അഭിനേതാക്കളുമെല്ലാം നന്നായി പണിയെടുത്തിരിക്കണം. ആ ശ്രമം തലവനിൽ നന്നായി കാണുന്നുണ്ട്. ഒരു സ്റ്റേഷനിൽ 2 റാങ്കിൽ ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് സിനിമ പറയുന്നത്. ഇതിൽ ഒരാൾ ഒരു ക്രൈമിൽ അകപ്പെടുകയും ആ ക്രൈം അന്വേഷിക്കാനായി മറ്റേയാൾക്ക് ചുമതല ലഭിക്കുകയും ചെയ്യുന്നതോടെ കഥ അടുത്ത തലത്തിലേക്ക് കടക്കുന്നു. ഒരു മുൻ ഡിവൈഎസ്പിയുടെ കഥ പറച്ചിലിലൂടെയാണ് സിനിമയുടെ തുടക്കവും ഒടുക്കവും. ചിരപരിചിതമായ ഈ ആഖ്യാന രീതി സിനിമയെ പ്രേക്ഷകനോട് കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ക്രൈമിൻ്റെ പശ്ചാത്തലവും അന്വേഷണത്തിൻ്റെ ആരംഭവും അവതരിപ്പിക്കുന്നതാണ് ആദ്യ പകുതി. ത്രില്ലിങ്ങും അതേസമയം എൻഗേജിങ്ങുമാണ് ഈ ഭാഗങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ക്രൈമിനെക്കുറിച്ചോ കുറ്റവാളിയെക്കുറിച്ചോ യാതൊരു സൂചനയും കാഴ്ചക്കാരന് ലഭിക്കുന്നില്ലതാനും. രണ്ടുപേർ 2 വ്യത്യസ്ത വഴികളിലൂടെ നടത്തുന്ന കേസന്വേഷണമായതുകൊണ്ട് ആരാദ്യം കുറ്റവാളിയിലേക്ക് എത്തും എന്ന ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഇവർ രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷതകൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതിനാൽ ആ രീതിയിലുള്ള കൗതുകവും കഥാഗതിയിലുണ്ട്. കോംപ്ലക്സായ കുറ്റകൃത്യത്തിൻ്റെ ചുരുളഴിക്കാനുള്ള ശ്രമമാണ് രണ്ടാം പകുതിയിൽ നടക്കുന്നത്. സാധാരണ കുറ്റാന്വേഷണ സിനിമയിലേതുപോലെ ഒരു തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്കും അവിടെ നിന്ന് അടുത്തിടത്തേക്കും പോകുന്ന രീതിയല്ല ഈ സിനിമയിൽ സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് കഥാപാത്രങ്ങളിൽ ഒരുപാട് ശോഭിച്ചിട്ടുള്ള ബിജു മേനോനെ സംബന്ധിച്ച് ആ ശരീരഭാഷ അനായാസമായിരുന്നു. ആസിഫ് അലിയും തൻ്റെ കഥാപാത്രത്തെ മികച്ചതാക്കി. കൂടാതെ ദിലീഷ് പോത്തൻ, ശങ്കർ രാമകൃഷ്ണൻ, ജോജി മിയ തുടങ്ങിയ നീണ്ട താരനിര തങ്ങളുടെ വേഷങ്ങൾ മികവോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രാക്ക് മാറ്റി പിടിക്കാനുള്ള ശ്രമത്തിൽ ഒടുവിൽ ജിസ് ജോസ് എന്ന സംവിധായകൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാം. സൂരജ് ESൻ്റെ എഡിറ്റ് സിനിമയുടെ ത്രില്ലർ മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ശരൺ വേലായുധൻ്റെ ഛായാഗ്രഹണവും സിനിമയ്ക്ക് നല്ല രീതിയിൽ യോജിച്ചതായി വരുന്നു. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശരത് പെരുമ്പാവൂർ, ആനന്ദ് തേവരക്കാട്ട് എന്നിവർ തിരക്കഥാകൃത്തുകൾ എന്ന നിലയിൽ മലയാള സിനിമയിലേക്കുള്ള തുടക്കം ഗംഭീരമാക്കിയിട്ടുണ്ട്. എണ്ണം പറഞ്ഞ ത്രില്ലർ ചിത്രങ്ങൾ ഇടങ്ങിയിട്ടുള്ള മലയാള സിനിമാ ചരിത്രത്തിൽ ആ നിരയിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റാവുന്ന ഒന്നാണ് തലവൻ. മികച്ച പ്രകടനങ്ങൾ കൊണ്ടും കഥ പറച്ചിൽ കൊണ്ടും മികച്ചു നിൽക്കുന്ന ചിത്രം ട്വിസ്റ്റുകളാൽ സമ്പന്നമാണ്. തിയേറ്ററിൽ തന്നെ കാണാവുന്ന ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്നതാണ്. വ്യത്യസ്തമായ കുറ്റാന്വേഷണ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് തലവന് കയറാവുന്നതാണ്.